നിങ്ങൾ അവശേഷിപ്പിച്ചു പോകുന്നത് കൂട്ടായ നേതൃത്വത്തിലൂടെ ഒരു പാർട്ടി ഏറ്റെടുക്കേണ്ട, വീണ്ടും തുടരേണ്ട ചില കർത്തവ്യങ്ങളെക്കുറിച്ചു കൂടിയാണ്. VS കയറുപിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ടുജ്വല സമരകഥ എന്ന് 1940കളിൽ ആലപ്പുഴയിൽ നിന്നുകൊണ്ട് പറഞ്ഞ വർഗസമരത്തിൻ്റെ ചരിത്രം മലയാളികളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്ന, പാടത്തും വയൽവരമ്പിലും ചേറ്റിലും പുതഞ്ഞു തീരുമായിരുന്ന മനുഷ്യജീവനുകളെ അവകാശബോധത്തിൻ്റെ വിപ്ലവവീര്യം പഠിപ്പിച്ച VS, അദ്ദേഹത്തിന് സംസ്ഥാനം അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ഇപ്പോൾ ചീഫ് സെക്രട്ടറി A. ജയതിലക് സംസ്ഥാന സർക്കാരിന് വേണ്ടി ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് ഇപ്പോൾ VS അദ്ദേഹത്തിൻ്റെ സമരസഖാക്കൾ, സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾ, പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി അദ്ദേഹത്തിന് അന്ത്യ അഭിവാദ്യം അർപ്പിക്കുകയാണ്. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്, മുൻ ജനറൽ സെക്രട്ടറി, സമരസഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നു. ഓർമ്മകൾ കടലിരമ്പം പോലെ ഇരമ്പുകയാണ് സഖാക്കളുടെ മനസ്സിൽ. VS, നിങ്ങൾ ജ്വലിച്ചു തന്നെ നിൽക്കുകയാണ്. ഒരു നൂറ്റാണ്ടിലേറെ നീണ്ട ജീവിതം, 8.5 പതിറ്റാണ്ട് പൊതുജീവിതം, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ അടിയുറച്ച ആദർശധീരത, സർ CP-യുടെ ദിവാൻ അമേരിക്കൻ മോഡലിനെതിരെ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പറഞ്ഞ് ആദർശധീരതയോടെ വാരിക്കുന്തത്തെ നേരിട്ട VS, ആ VS-നെയാണ് ഇപ്പോൾ ദേശീയ പതാക പുതപ്പിച്ച് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ ആദരിച്ചിരിക്കുന്നത്. കയർ തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും അവകാശ പോരാട്ടങ്ങളിൽ മുന്നണി പോരാളിയായിരുന്ന VS, പ്രതിപക്ഷ നേതാവായി എങ്ങനെയാണ് നിയമസഭയെ പോരാട്ടവേദിയാക്കണമെന്ന് പിന്നാലെ വന്നവർക്ക് പഠിപ്പിച്ചു കൊടുത്ത VS, സമരനായകൻ എങ്ങനെ ഭരണനായകനാകുമ്പോൾ എങ്ങനെയാണ് മനുഷ്യപക്ഷത്തോട്, ഹൃദയപക്ഷത്തോട് ചേർന്ന് നിൽക്കേണ്ടതെന്ന്, എങ്ങനെയാണ് വികസന പന്താവ് തെളിക്കേണ്ടതെന്ന് മലയാളിയെ പഠിപ്പിച്ച VS, അദ്ദേഹം സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ അവസാനമായി എത്തിയിരിക്കുന്നു. കേരളത്തിൻ്റെ ആദരം, സഖാക്കളുടെ അന്ത്യാഭിവാദ്യം സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ അദ്ദേഹത്തിനായി അങ്ങനെ ആ ഓർമ്മകളുടെ കടലിരമ്പത്തിൽ നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയ സഖാക്കൾ, പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി, പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, KN ബാലഗോപാൽ, അങ്ങനെ എണ്ണമറ്റ സഖാക്കൾ ഇന്നലെ പട്ടം SUT ആശുപത്രിക്ക് മുന്നിൽ 3:20 അദ്ദേഹത്തിൻ്റെ അന്ത്യശ്വാസം വലിക്കുന്ന ആ നിമിഷം മുതൽ സഖാക്കൾ അദ്ദേഹത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അതിനു മുൻപും ഉണ്ടായിരുന്നത് പോലെ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി പ്രിയപ്പെട്ട സമരസഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. പരിസ്ഥിതിക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തിയ VS, പരിസ്ഥിതിക്ക് വേണ്ടി ഒരു മതികെട്ടാൻ മലയും വിലങ്ങ് തടി തീർക്കില്ലെന്ന് തെളിയിച്ച VS, ഒരു ഇടിയൻ നാരായണപിള്ളയുടെയും ബയണറ്റിൻ്റെ മുന്നിൽ പതറി വീഴാത്ത പോരാട്ടക്കരുത്ത് VS, അങ്ങേക്ക് അന്ത്യാഭിവാദ്യം. വിപ്ലവം, ജീവിത വിപ്ലവം, അന്ത്യവിപ്ലവാശംസ സഖാവേ എന്ന് ഓരോ പാർട്ടി പ്രവർത്തകനും നെഞ്ചുലഞ്ഞ് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇപ്പോൾ നൃപൻ ചേരുന്നു സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നിന്ന്. നൃപൻ, വല്ലാത്ത ഒരു അന്തരീക്ഷം, വല്ലാത്തൊരു നെഞ്ചുലച്ചിൽ, വിങ്ങൽ അവിടെ കൂടി നിൽക്കുന്നവർക്കുണ്ട്, സമരസഖാക്കൾക്കുണ്ട്, പാർട്ടി പ്രവർത്തകർക്കുണ്ട്, സമൂഹത്തിലെ ഓരോ തലത്തിലുമുള്ളവർക്കുണ്ട്. നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 2 മണിവരെ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ തന്നെ VS ഉണ്ടാകും.
എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? നിർഭൻ. തീർച്ചയായും സിജു, പ്രത്യേക തരത്തിൽ വി എസ് എന്ന മനുഷ്യനെ എങ്ങനെയാണ് കേരളം ഓർത്തെടുക്കുന്നത്, വി എസ് കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത് എന്നതിനുള്ള നേർചിത്രമാണ്. അദ്ദേഹത്തിന്റെ മരണം ഇന്നലെ അറിഞ്ഞത് മുതൽ ആശുപത്രിയിൽ തടിച്ചുകൂടിയ ജനാധിപതി തൊട്ടത് നേരെ സെക്രട്ടറി അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് മുന്നിൽ തടിച്ചുകൂടിയ ജനസഞ്ചയം. അതിന്റെ തുടർച്ചയായി അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഏറ്റവും നിർണായകമായി ഇത് തന്നെ നേരത്തെ സൂചിപ്പിച്ചതാണ് 3 തവണ പ്രതിപക്ഷ നേതാവ് എന്ന പദവിയെ കേരളത്തിനകത്ത് അടയാളപ്പെടുത്തുന്നതിൽ VS ഇടപെട്ട രീതി കേരളം ചർച്ച ചെയ്തതാണ്. ഏതറ്റം വരെ താൻ ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തിന് വേണ്ടി, താൻ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ VS തയ്യാറായിരുന്നു. VS ആ സമരം, നിയമസഭയ്ക്കകത്ത് നടത്തുന്ന പ്രസംഗങ്ങൾ, നിയമസഭയ്ക്കകത്ത് നടത്തുന്ന പോരാട്ടങ്ങൾ, പുറത്ത് ഏറ്റെടുത്ത എണ്ണമറ്റ സമരങ്ങൾ, ഇടപെടലുകൾ, ഒപ്പം തന്നെ VS അതിനെ നിയമപരമായ പോരാട്ടത്തിലേക്ക് കൊണ്ടുപോയത്. ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ വ്യവഹാരി എന്ന അടക്കം മാധ്യമങ്ങൾ VS-നെ വിളിച്ചത് അതുകൊണ്ടാണ്. അത്തരത്തിൽ VS കൈവയ്ക്കാത്ത മേഖലകളില്ല. VS-മായി നൈരന്തര്യം പുലർത്തിയ തലസ്ഥാനത്തെ വിവിധ വിഭാഗങ്ങളിലുള്ള ജനങ്ങളുണ്ട്. ആ സമസ്ത ജനവിഭാഗങ്ങളുടെയും ഒരു പരിച്ഛേദം ഇന്ന് ദർബാർ ഹാളിലേക്ക് ഒഴുകിയെത്തും എന്ന കാര്യം ഉറപ്പാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ മൃതശരീരം അകത്തേക്ക് എടുക്കുന്നു. അകത്തേക്ക് കൊണ്ടുവന്നുടൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ME ബേബി, മുൻ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട്, അങ്ങനെ മന്ത്രിമാരൊക്കെ തന്നെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ, മുൻ വിരമിച്ച ഉന്നത ഉദ്യോഗസ്ഥർ, അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തിയ രാഷ്ട്രീയ നേതാക്കൾ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സംസ്ഥാന നേതാക്കൾ, സംസ്ഥാന ജില്ലാ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, ഒപ്പം തന്നെ ഈ സാധാരണ മനുഷ്യർക്ക് ഇവിടെ അകത്തേക്ക് കത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ക്രമീകരണം അവിടേക്ക് ജനങ്ങൾ സ്വാഭാവികമായി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ തീരുമാനിച്ച സമയത്തേക്കാൾ വീണ്ടും AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ അദ്ദേഹത്തിനെ കാണാനെത്തിയവരുടെ നീണ്ട ഒഴുക്ക് നമ്മൾ കണ്ടതാണ്. അവസാനം വീണ്ടും ആൾക്കാർ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സമയം അധികരിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം മാറ്റിയത്. ഇന്നും സമാനമായ അവസ്ഥയാണ്. കാരണം ഈ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാൾ എന്ന് പറയുമ്പോൾ VS 1967 ആദ്യമായി MLA ആയി എത്തി പ്രസംഗം നടത്തിയത്, അന്നത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ മറുപടിയായി അദ്ദേഹം ബഡ്ജറ്റിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ച വിഷയം തന്നെ VS എങ്ങനെയാണ് വിഷയങ്ങളെ സമീപിക്കുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. VS-ന്റെ ആദ്യ പ്രസംഗം കയർ തൊഴിലാളികളുടെ കൂലി വർധനവായിരുന്നു. കയർ തൊഴിലാളികൾ അനുഭവിക്കുന്ന കൂലി, മിനിമം കൂലി എന്ന വർധനവുമായി ബന്ധപ്പെട്ട ഇടത് സർക്കാർ എടുക്കേണ്ട സമീപനങ്ങളെ സംബന്ധിച്ച നിലപാടാണ് VS അച്യുതാനന്ദൻ ആദ്യ പ്രസംഗത്തിൽ നടത്തിയത്. അങ്ങനെ VS എന്നും ഏറിൽ ചവിട്ടി നിൽക്കുന്ന സാധാരണ മനുഷ്യന്റെ പ്രതീകമായിരുന്നു. VS-ന്റെ ഭാഷ ഉപയോഗിച്ചിരുന്നത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചത്. ഏത് വലിയ ഉന്നത ഉദ്യോഗസ്ഥ